ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയ ശിഷ്യനായ തോമസ് ലിഹായുടെ നാമത്തിൽ പണിതുയർത്തപ്പെട്ട ദേവാലയമായ സെന്റ് തോമസ് വർത്തകനാർ പാരിഷിലേക്ക് ഏവർക്കും സ്വാഗതം. ചർച്ചസ് ഓഫ് ഇന്ത്യ യൂട്യൂബ് ചാനലിനെ വർത്തകനാർ സെന്റ് തോമസ് ഇടവകയിലേക്ക് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യും. കല്യാൺ രൂപതയിലെ താനഫൊറേനയിലെ 4 പള്ളികളിലെ ഒരു ഇടവകയാണ് സെന്റ് തോമസ് വർത്തകനഗർ ഇടവക. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് താനെയിലെ റെയ്മണ്ടിനടുത്തുള്ള മഹാരാഷ്ട്ര ഹൗസിംഗ് കോളനിയിലെ ഭീം നഗറിലാണ്. കല്യാൺ രൂപതയുടെ രൂപീകരണത്തോടുകൂടി താനെ ജില്ലയിൽ കല്യാൺ രൂപതയുടെ ആദ്യ ബിഷപ്പായ മാർ പോൾ ചിറ്റപ്പള്ളി പിതാവിൻ്റെ ആഹ്വാനത്തോടുകൂടി ഫാദർ ജോർജ് വടക്കേത്തലയും ഫാദർ ജോർജ് പുറത്തൂരിൻ്റെ നേതൃത്വത്തിൽ ശിവായി നഗർ, ശാസ്ത്രി നഗർ, യശോദ നഗർ, ലോകമാന്യ നഗർ, സവർക്കർ നഗർ, വർത്തക നഗർ, സമതാ നഗർ, വസന്ത് നഗർ എന്നിവിടങ്ങളിലെ സീറോ മലബാർ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചയും മലയാളത്തിൽ അവർ ലേഡി ഓഫ് മേഴ്സി ചർച്ച് ലിറ്റിൽ ഫ്ലവറിൽ വെച്ച് കുർബാന അർപ്പിക്കുകയും ചെയ്തു പോന്നു. അന്നുണ്ടായിരുന്ന സീറോ മലബാർ മാർത്തോമ ക്രിസ്ത്യാനികളുടെ അകമഴിഞ്ഞ സംഭാവനയും നേതൃത്വവും ആത്മീയ തീഷ്ണതയുമാണ് ഇന്നുള്ള ഈ ദേവാലയത്തിൻ്റെ ആരംഭം. സെന്റ് തോമസ് വെൽഫെയർ സെൻറ്റർ ഫണ്ടും അന്നത്തെ വിശ്വാസ സമൂഹം നടത്തിയ ധനസഹായവും കൂട്ടി മഹാരാഷ്ട്ര ഹൗസിംഗ് കോളനിയിൽ ഒരു വീട് വാങ്ങുകയും ആ വീടിനെ ഒരു കുർബാന സെൻ്ററാക്കി മാറ്റുകയും 13/10/1993 മാർ പോൾ ചിറ്റപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 2007 ഏപ്രിൽ 1 ഈ കുർബാന സെൻ്ററിനെ ഒരു ഇടവകയാക്കി ഉയർത്തുകയും ചെയ്തു. ഇപ്പോൾ 95 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ഇടവകയാണ് സെന്റ് തോമസ് വർത്തകനാർ. 1989 മുതൽ ഇന്ന് വരെ ഏകദേശം 20 അച്ഛന്മാരാണ് ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച് കടന്നുപോയിട്ടുള്ളത്. ഇവിടെ സേവനമനുഷ്ഠിച്ചു പോയ എല്ലാ വൈദികരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അവരിലൂടെ ഈ ഇടവയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ ദൈവകൃപകൾക്കും നന്ദി അർപ്പിക്കുന്നു. 1989 മുതൽ 91 വരെ റവറൻ ഫാദർ തോമസ് കളപ്പുര, 1991-92 കാലഘട്ടത്തിൽ റവറൻ ഫാദർ എഫ്രേം പൊട്ടൻപ്ലാക്കൽ, 1992-94 കാലഘട്ടത്തിൽ ഫാദർ വിൻസെന്റ് പാറയിൽ, 1994-96 കാലഘട്ടത്തിൽ ഫാദർ ജേക്കബ് എടക്കളത്തൂർ, 1996-99 കാലഘട്ടത്തിൽ ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ, 1999-2000 കാലഘട്ടത്തിൽ റവറൻ ഫാദർ തോമസ് ചൂണ്ടയിൽ, 2000-2001 കാലഘട്ടത്തിൽ റവറൻ ഫാദർ പോൾ പുലിക്കോട്ടിൽ, 2001-2003 കാലഘട്ടത്തിൽ റവറൻ ഫാദർ ജോർജ് പുറത്തൂർ, 2003-2004 കാലഘട്ടത്തിൽ റവറൻ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ, 2004-2007 കാലഘട്ടത്തിൽ റവറൻ ഫാദർ സേവ്യർ കല്ലപ്ലാക്കൽ, 2007-2011 കാലഘട്ടത്തിൽ റവറൻ ഫാദർ ഡേവിസ് തരകൻ, 2011 ജൂൺ മുതൽ നവംബർ വരെ റവറൻ ഫാദർ ജെയിംസ് പി കെ, 2011 നവംബർ മുതൽ 2012 ജനുവരി വരെ റവറൻ ഫാദർ ജോസഫ് കുസുമാലൈ, 2012 ഫെബ്രുവരി മുതൽ 2012 മെയ് വരെ റവറൻ ഫാദർ ഷാജി പാരിക്കപ്പള്ളി, 2012 മുതൽ 2013 വരെ റവറൻ ഫാദർ ഷിൻഡോ വള്ളനാട്, 2013 മുതൽ റവറൻ ഫാദർ ഷിജോ പാറയിൽ, തുടർന്ന് റവറൻ ഫാദർ ജോമൻ തെക്കുന്തല, റവറൻ ഫാദർ മാർട്ടിൻ കോമ്പാറ, റവറൻ ഫാദർ തോമസ് കുന്നത്തേട്ട് എന്നിവർ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഇടവകയാണ് സെന്റ് തോമസ് വർത്തകനഗർ ഇടവക. സ്നേഹമുള്ളവരെ, ഈ ഇടവകയിൽ അസോസിയേഷൻസായി പിതൃവേദി, മാതൃസംഘം, യൂത്ത്, കൊയർ, ഓൾട്ടർ ബോയ്സ് എല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഇടവകയിൽ നിന്നും ദൈവവിളി സ്വീകരിച്ച് കല്യാൺ രൂപതയ്ക്ക് പട്ടം കിട്ടിയ ഒരു വൈദികനുണ്ട്, റവറൻ ഫാദർ ഫ്രാൻസിസ് കൊമ്പൻ.
ഇനിയും ഇതുപോലെ നല്ല ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ഈ ദൈവവിളി ഇനിയും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ. ഈ ഇടവകയുടെ ഫീസ്റ്റ് സെലിബ്രേഷൻ എല്ലാ വർഷവും ജനുവരി 26 സൺഡേകളിലാണ് നടത്തുക. ഈ ഇടവകയുടെ മധ്യസ്ഥനായ തോമാസ് സ്ലിഹായുടെ തിരുനാൾ ജൂലൈ 3 ദുഗ്രാന തിരുനാളായി കൊണ്ടാടുന്നു. ഇടവക ദിനവും പാരിഷ് ടീമൊക്കെ നടത്തുക ജനുവരി 26 കൂടിയുള്ള ദിവസങ്ങളാണ്. അന്നേ ദിവസം ഊട്ടുതിരുനാളും പ്രദക്ഷിണവും ആഘോഷമായിട്ടുള്ള 3 ദിവസത്തെ നൊവേനയും കുർബാനയും ഉണ്ടാകും. ഈ ഇടവകയിൽ കുർബാന സമയം തിങ്കൾ, ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 7 മണിക്കും, ചൊവ്വാഴ്ച രാവിലെ 7 മണിക്കും, ഞായറാഴ്ച രാവിലെ 8 മണിക്കുമാണ്. ഈ ഇടവകയിൽ 2 നൊവേനകളാണ് നടത്താറുള്ളത്. ബുധനാഴ്ച നിത്യസഹായ മാതാവിൻ്റെ നൊവേനയും വെള്ളിയാഴ്ച സെൻറ്റ് തോമസ് സ്ലിഹായുടെ നൊവേനയും. ഫസ്റ്റ് ഫ്രൈഡേകളിൽ ആരാധനയും ടോക്കും ഇവിടെ നടത്താറുണ്ട്. ഈ ഇടവകയിൽ 6 യൂണിറ്റുകൾ അടങ്ങുന്ന 95 ഫാമിലീസാണ് ഉള്ളത്. അവരെല്ലാവരും വളരെ സജീവമായി ഇടവക പ്രവർത്തനത്തിലും കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളിലും ഈ ഇടവക വളരെ സജീവമായി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും ചാരിറ്റബിൾ കാര്യങ്ങളിലുമൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ഈ സെൻറ് തോമസ് ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുംബൈ നാസിക് ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഈ പള്ളിയിലേക്കുള്ളത്. കാഡ്ബറി ജംഗ്ഷനിൽ നിന്നും പൊക്രാൻ റോഡ് നമ്പർ 1 വന്ന് ഭീംനഗറിലേക്കുള്ള വഴിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ് തോമസ് വർത്തകനഗർ പാരിഷ് കാണാൻ സാധിക്കും. താനെ സ്റ്റേഷനിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സെൻറ് തോമസ് വർത്തകനഗർ ഇടവകയിലേക്ക്. ഏകദേശം 20 മിനിറ്റിൻ്റെ യാത്ര. തോമാസ് സ്ലിഹായുടെ മാധ്യസ്ഥം യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളേവരെയും ഈ വർത്തകനഗർ ഇടവകയിലേക്ക് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ അവസരം ഞാൻ പ്രത്യേകമായി ചർച്ചസ് ഓഫ് ഇന്ത്യ യൂട്യൂബ് ചാനലിനും അതിൻ്റെ കോർഡിനേറ്റേഴ്സിനും നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലേക്ക് വരികയും ഞങ്ങളുടെ ഇടവകയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഒരു അവസരം നൽകിയതിന് പ്രത്യേകമായി ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസം തമ്പുരാന് മുമ്പിൽ ഏറ്റുപറഞ്ഞ തോമാസ് സ്ലിഹായുടെ ചൈതന്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.